വെൽക്കം ബാക്ക് ടു സൈലൻ ലേണിംഗ് അഖില മിസ് ആണ്. നമ്മളിതാ അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ബേസിക് സയൻസിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് എവേ ഫ്രം ഡിസീസസ് ആണ്, വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് രോഗങ്ങളെ പറ്റിയും ആ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അല്ലേ, പലതരത്തിലുള്ള രോഗങ്ങളെ പറ്റി, രോഗകാരികളെ പറ്റി, ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രിക്കോഷൻസ് അല്ലെ, പ്രിവെൻഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ സെക്കൻഡ് ചാപ്റ്റർ അവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. നിർബന്ധമായും എക്സാമിനൊക്കെ നമുക്ക് അറിയാം ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്: ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിസീസസ് ഇൻടു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് താഴെ പറയുന്ന രോഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പകർച്ചവ്യാധികൾ എന്നും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ അല്ലാത്തവ അല്ലെ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ടും എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ടോ അങ്ങനെ ഒന്നുമല്ല, കുറെ ഡിസീസ് തന്നിട്ട് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബോക്സിൽ തന്നിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത്. കോമൺ കോൾഡ് അല്ലെ, നമ്മുടെ ജലദോഷം ഉണ്ട്, ഡയബറ്റീസ് അല്ലെ, പ്രമേഹം ഉണ്ട്, ക്യാൻസർ ഉണ്ട്, കൺജക്ടിവിറ്റീസ് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് അല്ലെ, കോളറ ഉണ്ട്, ടൈഫോയിഡ്, ചിക്കുൻകുനിയ അല്ലെ, ഡെങ്കിപ്പനി ഉണ്ട്, നമ്മുടെ ഡെങ്കു ഫീവർ ഉണ്ട്, ബ്ലഡ് പ്രഷർ അല്ലെ, അതുപോലെ നമ്മുടെ എന്താണ് മന്ത്, ഫിലേറിയാസിസ്, ജോണ്ടിസ് ഉണ്ട്, മഞ്ഞപ്പിത്തം ഉണ്ട്, റാറ്റ് ഫീവർ, നമ്മുടെ എലിപ്പനി ഉണ്ട്, ആൻഡ് ഹേർട്ട് ഡിസോർഡേഴ്സ് അല്ലെ, അതായത് നമ്മുടെ ഹൃദ്രോഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പല രീതിയിൽ പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ളതിനകത്തുനിന്ന് ആരൊക്കെയാണ് അവര്? നമുക്കറിയാം നമ്മുടെ ജലദോഷം അല്ലേ, നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കോമൺ കോൾഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കർച്ചീഫൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ പറയുന്ന തൊട്ടടുത്തിരിക്കുന്ന ആളുകളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ നമുക്ക് പറയാം കോമൺ കോൾഡ്, കൺജക്ടിവിറ്റീസ്. നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ സ്കൂളിലൊക്കെ ഒരു ടൈമിൽ സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസ് ആയിരുന്നു. കാരണം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ ചെങ്കണ്ണ് എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ ഇവിടെ ഇട്ടു കോളറ, ടൈഫോയിഡ്, ചിക്കുൻകുനിയ, ഡെങ്കിപ്പനി, അതുപോലെ നമ്മുടെ ഫിലേറിയാസിസ് അല്ലെ, മന്ത്, ജോണ്ടിസ്, റാറ്റ് ഫീവർ, ഇതൊക്കെ എന്താണ്? പകർച്ചവ്യാധികളാണ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാത്ത കുറച്ച് ആളുകളുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ഡയബറ്റീസ് അല്ലെ, നമ്മുടെ പ്രമേഹം നമ്മൾ പറഞ്ഞിട്ടില്ല, ക്യാൻസർ, ബ്ലഡ് പ്രഷർ, ഹേർട്ട് ഡിസോർഡർ, നമ്മുടെ ഹൃദ്രോഗം, നേരത്തെ കണ്ടിട്ടുള്ള ബോക്സിലുള്ള ബാക്കിയുള്ള ആളുകൾ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ഇത് ഒരാൾക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റീസൺ കൊണ്ട് ഇത് എന്ത് ചെയ്യില്ല, അയാളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഒരാൾക്ക് ഇത് വരുന്നില്ല അല്ലെ. പല രീതിയിൽ രോഗങ്ങൾ പകരാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൊതുകിലൂടെ, ഈച്ചയിലൂടെ, മറ്റെന്താണ് ജീവികളിലൂടെ, അതുപോലെ നമ്മുടെ എയറിലൂടെ, വാട്ടറിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസീസ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഇല്ലാത്ത അല്ലെ, വേറൊരാളിലേക്ക് പകരാൻ ചാൻസ് ഇല്ലാത്ത രോഗങ്ങളാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ അല്ലാത്ത രോഗങ്ങൾ അല്ലെ. അപ്പൊ ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഈ തന്നിട്ടുള്ള ബോക്സിലുള്ള ആളുകളെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്കൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ടല്ലേ, കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. അപ്പൊ മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. ഇതിനൊരു ബി പാർട്ട് കൂടെ ഉണ്ടായിരുന്നു. വാട്ട് ആർ പാത്തോജൻസ് അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്. രോഗകാരികൾ അഥവാ പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്? അപ്പൊ എന്താണ് സംഭവം? നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അധിക അല്ലെ പകർച്ചവ്യാധികളും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ആരൊക്കെയുണ്ട്? പലതരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്, വൈറസസ് ഉണ്ട് അല്ലെ, അതുപോലെ നമ്മുടെ ഫംഗസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണം. കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒക്കെ എന്താണ് പിന്നിലുള്ള ആളെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ കോൾഡ് പാത്തോജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ് അല്ലെ. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നുണ്ട്. മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് രോഗം വരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമൊന്നും അല്ല. ഒരുപാട് നമുക്ക് എന്താണ്
ഇവരൊക്കെ വേണം നമ്മുടെ ഈ പറയുന്ന നമുക്ക് എന്താണ് ജീവിക്കാനാണെങ്കിൽ അല്ലെ, എല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിൽ തന്നെ. അപ്പൊ ഒരുപാട് ഉപയോഗങ്ങളും ഇവരെ കൊണ്ട് നമുക്കുണ്ട്. പക്ഷെ ഇതിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, യെസ് ദേ കോസ് ഡിസീസസ് അല്ലെ, അവർ രോഗങ്ങൾ പരത്തുന്നുണ്ട്, രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. യെസ്, അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ഇവരെ നമ്മൾ എന്ത് വിളിക്കും, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കും, പാത്തോജൻസ് അഥവാ രോഗകാരികൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഇതൊരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എസ്പെഷ്യലി കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ അല്ലെ, പകർച്ചവ്യാധികളും പകർച്ചവ്യാധികളല്ലാത്തതും കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓണം എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് അല്ലെ, നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. നമ്മുടെ പൃഥ്വി ബാച്ച് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പൃഥ്വി ബാച്ചിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പൊ തൽക്കാലത്തേക്ക് യെസ് മിസ് എന്ത് ചെയ്യാണ്, ബൈ പറയാണ്. ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.